നോക്കൂ, നിങ്ങൾ മഹാന്മാർ ഓർമ്മപ്പെടുത്തുകയാണ്. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് ചൊല്ലിയാൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അല്ലാഹു തിരിച്ചിങ്ങോട്ട് 10 ഗുണം ചെയ്യുകയാണ്. എന്നാൽ ഒരു സ്വലാത്തിൽ തന്നെ 10 അനുഗ്രഹങ്ങൾ, 10 വിഷയങ്ങളുണ്ടെന്ന് മഹാന്മാർ ഓർമ്മപ്പെടുത്തുന്നു. 10 കറാമത്തുകളുണ്ട്. ഒന്നാമത്തേത് എന്താണ്? സലാത്തുൽ മലിക്കിൽ ജബ്ബാർ. ഒരു സ്വലാത്ത് ചൊല്ലുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല 10 സ്വലാത്ത് തിരിച്ചിങ്ങോട്ട് ചെയ്യുകയാണ്. രണ്ടാമത്തേത് ശഫാഅത്തുൻ നബിയിൽ മുഖ്താർ. അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് ലഭിക്കുകയാണ്. ആ ശഫാഅത്ത് ലഭിക്കുക എത്ര കണ്ട് സ്വലാത്ത് ചൊല്ലുന്നുണ്ടോ അതിനനുസരിച്ച് റസൂലുള്ളാഹിന്റെ പരിഗണനയും ശഫാഅത്തും ലഭിക്കുകയാണ്. 3 അൽ-ഇഖ്തിദാഉ ബിൽ മലായികത്തിൽ അബ്റാർ. മഹാന്മാരാകുന്ന മലക്കുകൾ ചെയ്യുന്ന ഒരു പണിയാണ് റസൂലുള്ളാഹിന്റെ പേരിലുള്ള സ്വലാത്ത്. ആ മലക്കുകളുടെ പ്രവർത്തനങ്ങളോട് യോജിച്ചു വരികയാണ് നിന്റെ പ്രവർത്തനം. 4 മുഖാലഫത്തുൽ മുനാഫിഖീന വൽ കുഫാർ. മുനാഫിഖീങ്ങളാകുന്ന ആളുകൾക്ക് റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ കഴിയില്ല. മുനാഫിഖീങ്ങൾക്ക് റസൂലുള്ളാഹിനെ ആദരിക്കാൻ കഴിയില്ല. മുനാഫിഖീങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിനെ ബഹുമാനിക്കാൻ കഴിയില്ല. അവിടുത്തെ സ്വലാത്ത് ചൊല്ലുന്ന മജ്ലിസുകളോട് പുച്ഛമായിരിക്കും മുനാഫിഖീങ്ങൾക്ക്. ആ ഇടങ്ങളോട് വെറുപ്പായിരിക്കും മുനാഫിഖീങ്ങൾക്ക്. അതിനെ ചെറുതാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അവരുടെ നാവിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കും. ഇത് നമ്മൾ ഓർക്കേണ്ടതാണ്. അതേ, ആ മുനാഫിഖീങ്ങളോട് എതിരായ പ്രവർത്തനം നിന്നിലുണ്ടാവുകയാണ്. അഞ്ചാമത്തേത് മഹ്വുൽ ഖതായാ വൽ ഔസാർ. എത്ര വലിയ ദോഷങ്ങളാണെങ്കിലും ആ